إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون وإذ يعدكم الله إحدى الطائفتين أنها لكم وتودون أن غير ذات الشوكة تكون لكم ويريد الله أن يحق الحق بكلماته ويقطع دابر الكافرين ليحق الحق ويبطل الباطل ولو كره المجرمون ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും വലിയ മാർഗദർശനമാണ്. സാധാരണ ഒരു സംഭവം പോലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അത്ഭുതകരമായൊരു സംഭവമാണ് ബദർ സംഭവം. സാധാരണ ഇതിന് ബദർ യുദ്ധമെന്നും പോരാട്ടമെന്നും എല്ലാം പറയപ്പെടാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിലെ ഒരു മഹത്തായ സംഭവമാണ്. വെറും സംഭവം മാത്രമല്ല, മുഴുവൻ വിശ്വാസികളുടെയും ജീവിതത്തിൽ അനുഭവത്തിലൂടെ പുലരേണ്ട ഒരു മാതൃകയുമാണ്. ഒരു വ്യക്തി വലത്തോട്ട് പോയപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുമെങ്കിൽ ആ വഴിയിലൂടെ പോകുന്ന എല്ലാവരും അവിടെ എത്തിച്ചേരേണ്ടതാണ്. ഈ നിലയിൽ ബദർ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന
പരിപൂർണമായി പാലിച്ചപ്പോൾ സഹാബാ കിറാം അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടപ്പോൾ നടന്ന ഒരു അനിവാര്യ ഫലമാണ്. അതേ രീതിയിൽ സഞ്ചരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും അത്ര ഉയർന്ന ഗംഭീരമായ നിലയിലല്ലെങ്കിലും അതിൻ്റെ ഒരു മാതൃകയായ നിലയിൽ അതുപോലുള്ള സംഭവം നടക്കൽ അനിവാര്യമാണ്. അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ നമ്മളും പ്രവാചകനും തമ്മിൽ എന്തോ വലിയ അന്തരമുണ്ടായി, നമ്മളും മഹാന്മാരായ സഹാബാക്കളും തമ്മിൽ എന്തോ വലിയ അകൽച്ചയുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആനിന്റെ വിവിധ സ്ഥലങ്ങളിൽ അല്ലാഹു തആല ബദർ യുദ്ധത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതിലെ ഒരു സൂറത്തുൽ അൻഫാൽ, പരിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ സൂറത്ത്, അര ജുസ് ആദ്യം മുതൽ അവസാനം വരെയും ഏതാണ്ട് ഈ സംഭവത്തെക്കുറിച്ചും അതിൻ്റെ പാഠങ്ങളെക്കുറിച്ചുമാണ് വിശദമായി വിവരിച്ചിരിക്കുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു, ബദർ എന്നുള്ളത് ഒരു മാതൃകാ സംഭവമാണ്. ഒരു യാത്രക്കിടയിലുള്ള പോയിന്റാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും പിൻപറ്റി ജീവിക്കുന്ന എല്ലാവരും ആ പോയിന്റിൽ എത്തിച്ചേരും. അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അള്ളാഹു ഈ സൂറത്തിലൂടെ അറിയിക്കുന്നു. എന്താണ് സഹാബികൾ ബദറിൽ വലിയ വിജയം നേടാനുള്ള കാരണം? അവർക്ക് ആയുധമില്ലായിരുന്നു, സമ്പത്തില്ലായിരുന്നു, ആൾബലമില്ലായിരുന്നു. എല്ലാ നിലയിലും അവർ പതിതമായ അവസ്ഥയിലായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നു, വലഖദ് നസറക്കുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ല. നിങ്ങൾ വളരെ നിസ്സാരരായിരുന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു നിങ്ങളെ ബദറിൽ വെച്ച് സഹായിക്കുകയുണ്ടായി. എന്നാൽ ഇതിന്റെ അർത്ഥം ഇതൊന്നും വേണ്ടെന്നുമല്ല. ഈ സൂറത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, നല്ല സാമ്പത്തിക അവസ്ഥയ്ക്ക്, നല്ല ആരോഗ്യത്തിന്, നല്ല കഴിവുകൾക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും വേണം. പക്ഷെ അതിനേക്കാളും പ്രധാനം മഹാന്മാരായ സഹാബാക്കളുടെ അടിസ്ഥാന ഗുണങ്ങൾ പഠിക്കലും പകർത്തലുമാണ്. ആ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അല്ലാഹു തആല ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, സഹാബത്തിന്റെ അടിസ്ഥാന ഗുണങ്ങൾ 3 ഗുണങ്ങളാണ്. 1000-മോ 10,000-മോ ഒന്നുമില്ല, 3 ഗുണം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون. സൂറത്തുൽ അൻഫാൽ 2-3 ആയത്തുകൾ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായും സമ്പൂർണ്ണ മുഅ്മിനീങ്ങൾ, അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ
അവരുടെ മനസ്സുകൾ പടയ്ക്കുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ അവരുടെ വിശ്വാസത്തിൽ വർധനവുണ്ടാക്കുന്നതാണ്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ പടച്ചവന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണ്. അല്ലദീന യുഖീമൂന സ്വലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ നമസ്കാരം നല്ല നിലയിൽ നിർവഹിക്കുന്നവരാണ്. നാം നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരുമാണ്. തീർന്നു. ബദരീങ്ങളുടെ ഗുണം ഇത്രയേ ഉള്ളൂ. ഈ 3 ഗുണങ്ങൾ കാരണമായിട്ടാണ് ബദർ സംഭവിച്ചത്. ഈ 3 ഗുണമുണ്ടോ എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, സാമൂഹ്യ മേഖലയിൽ, അമുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇടയിൽ തീർച്ചയായും ബദർ സംഭവിച്ചിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഈ ഗുണങ്ങൾ നമ്മൾ ശരിയായ നിലയിൽ പഠിക്കണം. ഈ ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ പരിശ്രമിക്കണം. 3 ഗുണങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു തആല വിവരിച്ചിരിക്കുന്നത്. 1, അല്ലാഹുവുമായിട്ട് ബന്ധം. 2, നിസ്കാരവുമായി ബന്ധം. 3, ദാനധർമ്മങ്ങളുമായി ബന്ധം. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തെ അല്ലാഹു തആല 3 ഗുണങ്ങളോടുകൂടിയാണ് വിവരിച്ചിരിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരുടെ മനസ്സ് പിടയ്ക്കുന്നതാണ്. ഭയത്തിന്റെയും ഭക്തിയുടെയും കാരണത്താൽ അവരുടെ മനസ്സിൽ കിടുക്കമുണ്ടാകുന്നതാണ്, കുലുക്കമുണ്ടാകുന്നതാണ്. നമുക്കുണ്ടോ സഹോദരങ്ങളെ? ബാങ്ക് കൊടുക്കപ്പെടുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ഔറത്ത് മറയ്ക്കാത്ത സ്ത്രീകൾ തലയിൽ തട്ടമെങ്കിലും ഇടുമായിരുന്നു. സംസാരിക്കുന്നവർ മിണ്ടാതിരുന്ന് ബാങ്കിന് ഉത്തരം നൽകുമായിരുന്നു. ഇന്ന് മൈക്കിന് ഓവർ ശബ്ദം. ഒരു നാട് മുഴുവനും 50 ബാങ്ക് കൊണ്ട് ഇളക്കി മറിക്കുന്നു. നമ്മളുടെ സംസാരങ്ങൾക്ക് അതിനേക്കാളും ശബ്ദം. ഒരാളെ മാത്രം നമ്മൾ പിടിച്ചു നിർത്തും. ആരെങ്കിലും ദീനിയായ നസീഹത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാവരും ചെവി കൈയിട്ട് കാണിക്കും, ബാങ്ക് കൊടുക്കുന്നു. സംസാരം നിർത്തി. എന്നിട്ട് സംസാരം നിർത്തി അദ്ദേഹവും കമ്മിറ്റിക്കാരും സംസാരിച്ചുകൊണ്ടിരിക്കും. ദീനിയായ കാര്യം ബാങ്കിന്റെ ഇടയിലും സംസാരിക്കലും കൊണ്ട് കുഴപ്പമില്ല, നിർത്തലാണ് നല്ലത്. പക്ഷെ അതിനേക്കാളും പ്രധാനമാണ് നമ്മളുടെ സംസാരം നിർത്തൽ, ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കൽ. ഒരു ശരാശരി ഈമാനോടുകൂടി ബാങ്ക് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് ഈ കാര്യം അനുഭവത്തിലൂടെ വ്യക്തമാകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ഏറ്റവും വലിയവൻ, ഏറ്റവും വലിയവൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ അല്ലാഹുവിനെ ആരാധിക്കാനുള്ള ഏക മാർഗമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഹയ്യ അലസ്സലാഹ്. ആ ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ നിസ്കാരത്തിലേക്ക് സഹോദരങ്ങളെ വരിൻ. ഹയ്യ അലൽ ഫലാഹ്. നിസ്കാരത്തിന്റെ ഗുണം ഉണ്ടാക്കിയെടുത്ത് ഇരുലോകത്തും വിജയിക്കാൻ വരിൻ.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവൻ വലിയവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം. ഇതെന്തൊരു ശബ്ദമാണ് സഹോദരങ്ങളെ! മഹാന്മാരായ സഹാബികൾ അവരുടെ മനസ്സിൽ അല്ലാഹ് എന്ന് കേട്ടാൽ കുലുക്കം അനുഭവപ്പെടുമായിരുന്നു. അവർക്ക് ദേഷ്യം വരും. പക്ഷേ പടച്ചവനെന്ന് കേട്ടാൽ അവർ മിണ്ടാതിരിക്കുമായിരുന്നു. ഒരു ബദറിൽ പങ്കെടുത്ത സഹാബിയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ അരികിൽ ഒരു വ്യക്തി വന്ന് വളരെ മോശമായി സംസാരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദേഷ്യം വന്നു, അടിക്കാൻ വടിയെടുത്തു. വേറൊരു സഹാബി അടുത്തിരുന്ന് ഖുർആൻ ഓതുകയുണ്ടായി. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വിവരം കെട്ടവരിൽ നിന്നും മുഖം തിരിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു വടി അടിയിലിടുന്നു. എന്നിട്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് പോകുകയാണ്. സഹാബി പറയുന്നു, വകാന വഖാഫൻ ഇൻദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിന് മുന്നിൽ സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. നമ്മുടെ ദേഷ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഇടയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം, പേടിക്കണം. ചിലപ്പോൾ നിഷേധത്തിന്റെ അരികിൽ പോയി നിൽക്കുന്നയാള് കുഫറിന്റെ ഉള്ളിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറയാൻ പേടിയാണ്, പേടിക്കുകയും വേണം. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി വലിയ വഴക്ക്. സഹോദര, നിങ്ങൾ എന്തുകൊണ്ടാണ് വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്? അതെന്റെ ഇഷ്ടം, എന്നെല്ലാം ഇഷ്ടമാണല്ലോ. ഇല്ല, നിങ്ങൾ നിക്കാഹിന്റെ സമയത്ത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കരാർ ചെയ്തില്ലേ, ഞാൻ ഈ പെണ്ണിനെ നല്ല നിലയിൽ നോക്കാം, അല്ലെങ്കിൽ നല്ല നിലയിൽ വിട്ടയക്കാമെന്ന്? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, നിങ്ങൾ പറഞ്ഞ ആ വാചകത്തിന്റെ ആശയം അതാണ്. നിങ്ങളോട് പെണ്ണിന്റെ വാപ്പ പറഞ്ഞ വാക്ക് ഈ പെണ്ണിനെ നല്ല നിലയിൽ നോക്കണം എന്ന നിബന്ധനയോടെ ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു എന്നാണ്. നിങ്ങൾ ഏറ്റെടുത്തതും ആ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ്. ഞാൻ ആ ഉപദേശം സ്വീകരിക്കില്ല, എനിക്ക് സ്വീകരിക്കാൻ മനസ്സില്ല. ഇങ്ങനെയുള്ള വാചകങ്ങൾ കാരണം ആളുകളോട് ഖുർആനിന്റെയും ഹദീസിന്റെയും കാര്യങ്ങൾ പറയാൻ പേടിയാണ്. സഹാബാക്കളുടെ മുന്നിൽ ഏത് സമയത്തും ദീനിന്റെ കാര്യം പറയാമായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബുഖാരി ഷരീഫിൽ പല സ്ഥലങ്ങളിലും ഉദ്ധരിച്ച ഹദീസുണ്ട്. ഖൈബർ യുദ്ധ സമയത്ത് സഹാബാക്കിറാം വിശന്ന് പൊരിഞ്ഞു. അവസാനം അവർ കഴുതയെ അറുത്തു. അതിന്റെ മാംസം ചട്ടിയിലിട്ട് വേവിച്ചു. അത് വെന്തുയർന്ന സമയത്ത് ഒരു വ്യക്തി വന്നവരുടെ മുമ്പിലൂടെ നടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമ ലുഹൂമൽ ഇൻസിയ, നബിതങ്ങൾ കഴുതയുടെ മാംസം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ബുഖാരി ഷരീഫിന്റെ വാക്കാണ് ഫഉഖ്ഫിഅത്തിൽ ഖുദൂർ, ചട്ടികൾ അങ്ങനെ തന്നെ മറിക്കപ്പെട്ടു. പറയാൻ എന്തൊരെളുപ്പം. ബുഖാരി ഷരീഫ് എന്ന് കേട്ടില്ലെങ്കിൽ നമ്മൾ ദഈഫായ ഹദീസ് എന്ന് വിളിച്ചു പറഞ്ഞു കളയും. നടന്ന യാഥാർത്ഥ്യം, സഹാബാക്കളുടെ ജീവിതത്തിലെ പല സംഭവങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത നിലയിൽ നമ്മളും അവരും തമ്മിൽ അകന്നു. എന്നിട്ടും സഹോദരങ്ങളെ വ്യാമോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ബദർ സംഭവിക്കാത്തതെന്ന്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ വചനങ്ങൾ അവർക്ക് മുമ്പാകെ ഓതപ്പെട്ടാൽ ആ വചനങ്ങൾ അവരുടെ ഈമാനിൽ വർധനവുണ്ടാക്കും. ഖുർആൻ ഓതപ്പെട്ടാൽ അവരുടെ ഈമാനിന് വർധനവുണ്ടാകും.
നമ്മുടെ മുമ്പിൽ മോദപ്പെടുന്ന വർധനമുണ്ടാകുന്നുണ്ടോ? സഹാബാക്കൾക്കുണ്ടായിരുന്നു. ഓരോ സൂറത്തും ഇറങ്ങുന്തോറും അവരുടെ ഈമാൻ വർദ്ധിക്കുമായിരുന്നു. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ എളുപ്പമാണ്. അള്ളാഹുവിന്റെ കലാമാണ് എന്ന ബോധ്യത്തോടെ ബഹുമാന ആദരവുകൾ നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആന് നോദിൻ. ഏതെങ്കിലും ഹാഫിദിനെ പറയും നിങ്ങൾ നിസ്കരിക്കിൻ. ഈമാനിന് വർധനമുണ്ടാകുന്നത് ഇന്നും അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതൊന്നും നടക്കാത്തതല്ല. ബഹുമാനത്തോടുകൂടി ഇന്ന് ബഹുമാനം കുറഞ്ഞുപോയി. ഖുർആൻ ശരീഫിന്റെ പ്രതികൾ വർദ്ധിച്ചു, അതിനോടുള്ള അലസതയും വർദ്ധിച്ചു. പള്ളിയിൽ മൂത്രപ്പുരയിലെ കപ്പ് ഒരിടത്തു നിന്നെടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ആളുകൾ ആക്ഷേപിക്കും. പക്ഷേ മുസാഫ് അവിടെ നിന്നെടുക്കിൻ, അവിടെ കൊണ്ടെറിയും, ഇവിടെ നിന്നെടുക്കിൻ, അവിടെ കൊണ്ടെറിയും. പത്രം പിടിക്കുന്നത് പോലെയാണ് ഖുർആനിനെ പിടിച്ചുകൊണ്ട് ആളുകൾ നടക്കുന്നത്. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ വെച്ച് അള്ളാഹു തുർക്കി സഹോദരങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഈമാനിന്റെ ദീനിന്റെ ഗുണങ്ങൾ ഇന്നും ആ സാധുക്കളിൽ കാണുന്നുണ്ട്. യൂറോപ്പിന്റെ എല്ലാ സമ്മർദ്ദമുണ്ടായിട്ടും ആ ദീനിന്റെ നല്ല അവസ്ഥകൾ അവരിൽ കാണുന്നുണ്ട്. ഒരു വ്യക്തി, നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്നത് പോലെ അദ്ദേഹം മുസാഫ് അടിയിൽ വെച്ച് വളരെ അലസമായിരുന്നു ഖുർആൻ ഓതുന്നു. ഒരു തുർക്കി യുവാവ് വന്നിട്ട് പറയുകയുണ്ടായി, താങ്കളുടെ ഈ തൊപ്പി അത് എടുത്ത് ഞാൻ കാലിന്റെ അടിയിൽ വെച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. അള്ളാഹുവിന്റെ കിതാബാണ്, പരിശുദ്ധ വചനമാണ്. നിങ്ങൾ നിങ്ങളുടെ കാലിന്റെ അടിയിൽ വെച്ചിങ്ങനെ ശാന്തമായി കൂളായിട്ട് ഖുർആൻ ഓതുന്നു എന്ന ശൈലിയിൽ നിങ്ങൾ ഇരിക്കുന്നത്. അതേ ഞെട്ടിപ്പോയി. ഉടനെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ബോധം നൽകപ്പെടണം സഹോദരങ്ങളെ. മുസഹഫ് എടുക്കുന്ന സ്ഥലത്ത് തിരിച്ചുകൊണ്ട് വെക്കണം. ഇന്ന് ഉംറയൊക്കെ അധികരിച്ചല്ലോ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവിടെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യാത്തത്? മക്ക മദീനയിലെ ഏറ്റവും മനോഹരമായൊരു ദൃശ്യമാണ് അടുക്കി വെച്ച ഖുർആനുകൾ ക്രമീകരിച്ച് വച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഖാദിമീങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു. ആരെങ്കിലും തെറ്റായിട്ട് എടുത്തു വെച്ചാൽ അവർ വന്ന് മിനുക്കി വെച്ചിട്ട് പോകുന്നു. ഖുർആനിനെ ആദരിക്കൻ, ബഹുമാനിക്കൻ, വീടുകളിൽ ആദരിക്കൻ, മസ്ജിദുകളിൽ ആദരിക്കൻ. ഈ മിമ്പർ ഇവിടെ അൽഹംദുലില്ലാഹ് വില കുറഞ്ഞതാണ്. അടുത്തൊരു മസ്ജിദിൽ പിരിവ് നടക്കുന്നത് കാണുകയുണ്ടായി. മിമ്പർ പണിയാൻ 5 ലക്ഷം രൂപ പിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് മിമ്പറിന്റെ പ്രത്യേകത? ഒരു ഇമാമ് ആഴ്ചയിൽ 15 മിനിറ്റ് അതിന്റെ മുകളിൽ നിൽക്കുന്നു. എന്താണ് ഇമാമിന്റെ യോഗ്യത? പരിശുദ്ധ ഖുർആൻ. ഒരാൾ അന്താരാഷ്ട്ര പ്രാസംഗികനാണ്, പക്ഷെ അയാൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, മഅ്മൂമായിട്ട് നിൽക്കാൻ പറയും. പരിശുദ്ധ ഖുർആൻ നല്ല നിലയിൽ ഓതണം. ഇന്ന് പ്രസംഗം കൂടിയിരിക്കുക, ഞങ്ങളുടെ പള്ളിയിലേക്ക് നല്ല തട്ടുതകർപ്പൻ പ്രാസംഗികൻ വേണം. നമുക്ക് അവരോട് നിർബന്ധമില്ല. പക്ഷെ ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹത പരിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടി മധുരമായി പാരായണം ചെയ്യണം. യഉമ്മുഹും അഖറഉഹും ലികിതാബില്ലാഹ്. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനോടുള്ള ആദരവ് വളരെ കുറഞ്ഞുപോയി സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആനിനെ ആദരിച്ച് ബഹുമാനിച്ച് നമ്മൾ പാരായണം ചെയ്യൻ, അതിന്റെ പാരായണം കേൾക്കൻ, നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാകും. وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا. സഹാബാക്കളുടെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ ഓതപ്പെടുമ്പോൾ അവരുടെ ഈമാനിൽ വർധനമുണ്ടാകുമായിരുന്നു. പ്രതികൂല സാഹചര്യത്തിലും വർധനമുണ്ടാകുമായിരുന്നു. അനുകൂല സാഹചര്യത്തിലും വർധനമുണ്ടാകും, പ്രതികൂല സാഹചര്യത്തിലും വർധനമുണ്ടാകുമായിരുന്നു. എന്തുകൊണ്ടാണ്? അവർ അള്ളാഹുവിന്റെ കിതാബിനെ പടച്ചവന്റെ കിതാബ് എന്ന ബോധത്തോടെ കേൾക്കുമായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അമൽ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്, കുറ്റപ്പെടുത്താനും. അല്ലെങ്കിൽ എന്തെങ്കിലും വായു നിന്നുകൊണ്ടല്ല സംസാരം. പരിശുദ്ധ ഖുർആനെ ആദരിച്ചുകൊണ്ട് നമ്മൾ കേൾക്കൻ, നമസ്കാരത്തിൽ കേൾക്കൻ.
തറാവീഹ് നമസ്കാരത്തിൽ കൈയും കെട്ടി നിൽക്കിൻ, അള്ളാഹുവിന്റെ കിതാബ് കേൾക്കും, ശ്രദ്ധിച്ച് കേൾക്കിൻ. നമ്മുടെ മനസ്സിൽ മാറ്റം വരും, പരിവർത്തനമുണ്ടാകും, അറിയാതെ മാറ്റമുണ്ടാകും. وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا وَعَلَى رَبِّهِمْ يَتَوَكَّلُونَ. അള്ളാഹുമായിട്ടുള്ള അവരുടെ മൂന്നാമത്തെ ബന്ധം, അവരുടെ രക്ഷിതാവിന്റെ മേൽ അവർ എല്ലാം ഭരമേൽപ്പിക്കുമായിരുന്നു. ഞങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങൾ നടത്തിത്തരുന്നതും അല്ലാഹ്, ദീനിന്റെ കാര്യങ്ങൾ നടത്തിത്തരുന്നതും അല്ലാഹ്, വിശപ്പ് മാറ്റുന്നതും അല്ലാഹ്, വസ്ത്രം തരുന്നതും അല്ലാഹ്, മരിപ്പിക്കുന്നതും അല്ലാഹ്, ഖബറിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നതും അല്ലാഹ്, ഹശ്റിൽ അഭിമാനം നൽകുന്നതും അല്ലാഹ്, സ്വർഗത്തിൽ കയറ്റുന്നത് അല്ലാഹ്. പടച്ചവനെ പറ്റി പരിപൂർണ വിശ്വാസം, എല്ലാ കാര്യങ്ങളിലും അവർ പടച്ചവനെ അവലംബിക്കുമായിരുന്നു. وعلى ربهم يتوكلون. അവർ അല്ലാഹുവിന്റെ മേൽ പരമേൽപ്പിക്കുമായിരുന്നു. ബദറിലേക്ക് വന്നത് അവരുടെ ശക്തി നോക്കിയിട്ടല്ല, അല്ലാഹുവിന്റെ ശക്തിയിലേക്ക് നോക്കിക്കൊണ്ടാണ്. ബദറിന്റെ തലേന്ന് രാത്രി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂടാരത്തിന് ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. യാ അല്ലാഹ്, നീ പറഞ്ഞിട്ട് ഞങ്ങൾ വന്നു, നീ പറഞ്ഞിട്ട് ഞങ്ങൾ പോരാടുന്നു, നിന്റെ കയ്യിലാണ് മുഴുവൻ കാര്യങ്ങളും, നിന്നെ ഞങ്ങൾ മുഴുവൻ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു. സഹാബാക്കളും ദിക്റിലും ദുആയിലുമാണ്. അതിനുശേഷം അവർ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയുണ്ടായി. അല്ലാഹു തആല സമാധാനം അവരുടെ മനസ്സിലിറക്കി, എല്ലാവരും ഉറങ്ങി. പടച്ചവനിൽ ഭരമേൽപ്പിക്കൽ, അല്ലാഹുവുമായിട്ട് ബന്ധപ്പെടൽ സഹാബാക്കളുടെ മൂന്നാമത്തെ ഗുണമാണ്. മുഴുവൻ കാര്യങ്ങളിലും പടച്ചവനുമായി അവർ ബന്ധപ്പെടുമായിരുന്നു, അല്ലാഹുവിനെ അവലംബിക്കുമായിരുന്നു. അതിന്റെ അർത്ഥം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്നല്ല. തവക്കുലിന്റെ വിഷയത്തിൽ രണ്ട് തെറ്റിദ്ധാരണയുണ്ട്. ഒന്ന്, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്, ഞാനിങ്ങ് ചെയ്തു കൊള്ളാം, ഇത് നിഷേധം. വേറെ ഒന്ന്, ഞാനൊന്നും ചെയ്യേണ്ടതില്ല, എല്ലാം അല്ലാഹു അങ്ങ് ചെയ്തോളും, ഇത് തവക്കുലല്ല, തആക്കുലാണ്, അലസതയാണ്, മടിയാണ്. ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നു. എന്തിനാ വന്നത്? ഒട്ടകത്തിൽ. എവിടെ? പുറത്തിട്ടിരിക്കുന്നു. എന്ത് ചെയ്തു? അതിനെ അല്ലാഹുവിന് മേൽ ഭരമേൽപ്പിച്ചു. വഅഖിൽഹാ വതവക്കൽ, മര്യാദയ്ക്ക് കെട്ടിയിടിൻ, എന്നിട്ട് അല്ലാഹുവിനോട് ഭരമേൽപ്പിക്കും. സ്കൂളിൽ നന്നായിട്ട് പഠിക്കിൻ, കോളേജിൽ വൃത്തിയായിട്ട് പഠിക്കിൻ, പരീക്ഷയുടെ വിജയത്തിന്റെ വിഷയം അല്ലാഹുവിനെ ഭരമേൽപ്പിക്കിൻ. ശരിയായി കച്ചവടം നടത്തിൻ, അതിന്റെ മര്യാദകൾ പാലിക്കിൻ, സമയങ്ങൾ സൂക്ഷിക്കിൻ. ആ ഹലാലായ ത്വയ്യിബായ റിസ്ക് അല്ലാഹുവിനോട് ചോദിക്കിൻ. വിവാഹം കഴിക്കിൻ, ഭാര്യയുടെ കൂട്ടത്തിൽ കഴിയിൻ, സ്നേഹത്തിനും സന്തോഷത്തിനും ബന്ധപ്പെടിൻ, സന്താനങ്ങളെ അല്ലാഹുവിനോട് ചോദിക്കിൻ. കാരണം അല്ലാഹു തആലയ്ക്ക് രണ്ട് സമീപനമുണ്ട്. ഒന്ന്, അത്ഭുതകരമായ സമീപനം. രണ്ട്, പടച്ചവന്റെ സാധാരണ നടപടിക്രമം. എറണാകുളത്തേക്കുള്ള വണ്ടിയിൽ കയറി ഇരുന്നാൽ എറണാകുളത്ത് അല്ലാഹു എത്തിക്കും. ഇത് പടച്ചവന്റെ സുന്നത്ത് നടപടിക്രമം. ചിലപ്പോൾ അല്ലാഹു തആല അങ്ങോട്ട് കയറിയിരിക്കുന്ന വ്യക്തിയെ വേറെ എവിടെയെങ്കിലും എത്തിക്കും. അത് അല്ലാഹുവിന്റെ ഖുദ്റത്ത്, പടച്ചവന്റെ പ്രത്യേകമായ തീരുമാനം. മര്യാദയ്ക്ക് കച്ചവടം നടത്തിൻ, നിങ്ങൾക്ക് ഹലാലായ സമ്പത്ത് കിട്ടും, അല്ലാഹുവിന്റെ നടപടിക്രമം. കച്ചവടമൊന്നും നടത്താതിരിക്കും, ചിലപ്പോൾ അല്ലാഹു തആല ആഹാരം നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇത് അല്ലാഹുവിന്റെ പ്രത്യേകമായ രീതി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ തവക്കുലിനെ ശരിക്കും മനസ്സിലാക്കണം. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം, അല്ലാഹുവിലാണ് നമ്മൾ അതിന്റെ പരിണിത ഫലം, അതിന്റെ
യഥാർത്ഥമായ തീരുമാനം പടച്ചവന്റെ മേലാണ് നമ്മൾ കാണേണ്ടത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുമായിരുന്നു. ഒന്നാം തരം കച്ചവടക്കാരാണ്, പക്ഷെ അവരുടെ മനസ്സ് പടച്ചവനുമായിട്ടാണ്. സഹാബാക്കളെ, ഔലിയാക്കളെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നു, അവരുടെ നാവ്, അവരുടെ കൈ ജോലികളിൽ അവരുടെ മനസ്സ് പടച്ചവനുമായി ബന്ധം. ദസ്ത് ബികാർ ബദൽ ബിയാർ, കൈ ജോലികളിൽ മനസ്സ് പടച്ചവനുമായി. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള സുന്നത്താണ് ഭാര്യമാരോട് യാത്ര ചോദിച്ച്, അവരോട് ദുആയിക്ക് അപേക്ഷിച്ച്, ഒരു ഭാഗത്ത് നമ്മൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ച് ദുആ ചെയ്തുകൊണ്ട്, മറുഭാഗത്ത് ഭാര്യമാര് നമുക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് യാത്രയാവുക യാത്രയുടെ സുന്നത്താണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ 4 സുന്നത്തുണ്ട്, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും 4 സുന്നത്തുണ്ട്. സുന്നത്ത് എന്ന് കേട്ടാൽ നമ്മൾ മസ്ജിദ്, മദ്രസ, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സുന്നത്ത്, തൊപ്പി, താടി, ജുബ്ബ, ഇതെല്ലാം സുന്നത്താണ്. പക്ഷേ വീടുമായി ബന്ധപ്പെട്ട് സുന്നത്തുണ്ട് സഹോദരങ്ങളെ. പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. മൗലാന ദുൽഫിഖാർ സാഹിബിന്റെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാനും ഭാര്യയും തമ്മിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുന്നില്ല. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് പരസ്പരം വിവാഹമോചനത്തിന് അനുവാദം തരണം. കാരണം ഞങ്ങൾ വിവാഹത്തിന്റെ സമയത്ത് താങ്കളെ കൊണ്ടാണ് നിക്കാഹ് ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്, വല്ല വിഷയങ്ങളും വന്നാൽ താങ്കളുമായി ബന്ധപ്പെടാം. അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്ക് അനുവാദം തരണം. അദ്ദേഹം പറഞ്ഞു, വീട്ടിലോട്ട് കയറുമ്പോൾ ചില സുന്നത്തുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചില സുന്നത്തുണ്ട്. നിങ്ങൾ പാലിക്കുന്നോ ഇല്ലയോ എന്ന് പറയണം. അതെന്തെല്ലാമാണ്? വീട്ടിൽ കയറുമ്പോൾ 1 സലാം പറയണം, 2 പുഞ്ചിരിക്കണം, 3 ബിസ്മില്ലാഹി പറയണം. 1 സലാം പറയണം, 2 ബിസ്മില്ലാഹി പറയണം, 3 പുഞ്ചിരിക്കണം, 4 അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രവേശിക്കണം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയൊരു സുന്നത്ത്, മൊബൈൽ 8 എണ്ണവും ഓഫ് ചെയ്ത് വെക്കണം. ഒരിക്കലും ശബ്ദിക്കാത്ത മൊബൈല് വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ശബ്ദിക്കുന്നത് ശൈത്താന്റെ വിളിയാണെന്നതിന് പരിപൂർണ വളരെ വ്യക്തമായ രേഖയാണ്. ചില സഹോദരങ്ങൾക്ക് ദേഷ്യം വരും, ഞാൻ ഇത്ര ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്. സഹോദര, ഭാര്യയുടെയും മക്കളുടെയും കൂട്ടത്തിൽ കഴിയുമ്പോൾ അവരാണ് വലുത്. ഫോൺ വിളിക്കാൻ പ്രത്യേക സമയമുണ്ട്, ആ സമയത്ത് വിളിക്കാൻ നോക്കി. വീട്ടിൽ കയറുമ്പോഴുള്ള സുന്നത്താണ്. ഇതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും സുന്നത്തുണ്ട്. 1 ഭാര്യയോട് യാത്ര ചോദിച്ച് പുറപ്പെടണം, അവരോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ഒരു ഹദീസ് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയ്ക്ക് പോകുമ്പോൾ ഭാര്യമാരെ ചുംബിക്കുമായിരുന്നു. നമ്മൾ ഉടനെ അതെടുത്ത് ചർച്ച ചെയ്യാണ്, ഭാര്യയെ തൊട്ടോ ഒതു മുറിയോ ഇല്ലേ എന്ന്. ഈ ചുംബനം വൈകാരിക ചുംബനമേ അല്ല, ആദരവിന്റെ ചുംബനമാണ്. ഞാന് ബദറിലേക്ക് പോകുന്നു, ദഅവത്തിന് പോകുന്നു, ഇമാമത്തിന് പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, നിന്റെ ഈ മനസ്സെന്റെ കൂട്ടത്തിൽ വേണം. ആ ദുആയിക്കുള്ള അപേക്ഷയാണ് ഈ ചുംബനം. നമ്മളെ കുടുംബ വഴക്ക് പലതും അവസാനിക്കും. എങ്ങോട്ടാണ് പോകുന്നത്? അത് ഞാൻ തീരുമാനിച്ചോളാം. ഇയാളാരാ? ഞാൻ തീരുമാനിച്ചോളാം. നമ്മൾ ആ രീതിയിൽ ഭാര്യയോട് പ്രതികരിക്കുന്നു, അവരും അങ്ങനെ തന്നെ പ്രതികരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് ഫോൺ വരുന്നു, അബ്ദുൽ ഷുക്കൂർ അവിടെ പോയി. എവിടെ പോയി? തബ്രീഗ് എന്ന് പറഞ്ഞ് ഇന്നലെ, മദ്രസ എന്ന് പറഞ്ഞ് മെനഞ്ഞാന്ന്, ആകാശം എന്ന് പറഞ്ഞ് അതിന് പിറ്റേന്ന്, ഭൂമി എന്ന് പറഞ്ഞ് വേറെ എങ്ങോട്ടോ. അകൽച്ചയുണ്ടാകും. ഭാര്യമാരോട് വ്യക്തമായി പറയണം, എൻ്റെ ജീവിതം ഭാര്യയുടെ മുന്നിൽ തുറന്ന പുസ്തകമാണ്. ശരിക്കും മനസ്സിലാക്കി, ഭാര്യയെ ഭർത്താവ് തിരുത്തുന്നത് പോലെ, ഭർത്താവിനെ ഭാര്യ തിരുത്തുന്നത് പോലെ ഒരു മൗലാനായിക്ക് തിരുത്താൻ പറ്റുകയില്ല. അവരോട് യാത്ര ചോദിച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യൻ. 3
സലാം പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യൻ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യൻ. ഈ സമയത്താണ് ഓർമ്മ വന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഒരു മലക്ക് വിളിച്ചു പറയും, ഖദ് കുഫീത വഹുദീത്, നിനക്കിന്ന് പ്രശ്നമൊന്നും ഉണ്ടാകുന്നതല്ല, നീ വഴിതെറ്റുന്നതുമല്ല. മൗലാന ചോദിച്ചു, താങ്കൾ ഈ സുന്നത്തുകൾ പാലിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് മുരീദാണ്, വലിയ സൂഫിയാണ്. പക്ഷെ അദ്ദേഹം തുറന്ന് സമ്മതിച്ചു, ഇല്ല, ഇത് പാലിക്കുന്നില്ല. ഒരു മാസം താങ്കളും ഭാര്യയും ഇത് പാലിച്ചിട്ട് വരും. പെണ്ണുങ്ങൾക്കുണ്ട് സുന്നത്ത്. ഭർത്താവിനെ സ്വീകരിക്കണം, സലാം പറയാൻ മുൻകടക്കണം, നല്ല വാചകം പറഞ്ഞ് വീട്ടിലേക്ക് വിളിക്കണം. അതുപോലെ യാത്ര ചോദിക്കുമ്പോൾ സന്തോഷത്തിൽ യാത്ര അയക്കണം, സലാം പറഞ്ഞുകൊണ്ട് യാത്ര അയക്കണം. സഹാബാക്കളെ പറ്റി വരുന്നുണ്ട്, ദുആ ചെയ്തുകൊണ്ട് അവർ പോകുമായിരുന്നു. പെണ്ണുങ്ങൾ മാറി ദുആ നിസ്കരിച്ച് ദുആയിരക്കുമായിരുന്നു. പിന്നെ എങ്ങനെ ആകാശത്തിന്റെ കവാടം തുറക്കാതിരിക്കും? ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം വന്നു. പക്ഷേ തീരുമാനം മറ്റൊന്നാക്കിക്കൊണ്ടാണ്. പിന്നെ തലാഖ് ചെല്ലണ്ടേ? വേണ്ട, തലാഖൊന്നും വേണ്ട. ഞങ്ങളുടെ ജീവിതം ആദ്യ സമയം പോലെ വളരെ ഹണിമൂണായി അങ്ങേയറ്റ സന്തോഷകരമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വീടുകളിൽ സുന്നത്ത് പാലിക്കുക. പറഞ്ഞു വന്ന കാര്യം, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിന്റെ മേൽ അവർ ഭരമേൽപ്പിക്കുമായിരുന്നു. ബദറിലേക്ക് പുറപ്പെട്ടത്, കച്ചവടങ്ങൾക്ക് അവർ പോകുന്നത്, പ്രബോധന കാര്യങ്ങൾക്ക് പുറപ്പെടുന്നത് മുഴുവനും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടായിരുന്നു. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ പ്രബോധകൻ ആരാണുള്ളത്? പക്ഷെ നബി തങ്ങളുടെ പ്രബോധനത്തിന്റെ തുടക്കം എന്താണെന്നറിയാമോ? അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. പ്രബോധനത്തിന് തുടക്കമാണ്. അള്ളാഹുവിനെ നമുക്ക് സ്തുതിക്കാം, അവനോട് സഹായം ചോദിക്കാം, അവനോട് പാപമോചനം തേടാം, അവനിൽ വിശ്വാസം പുതുക്കാം, അവന്റെ മേലെല്ലാം ഭരമേൽപ്പിക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എന്റെ കഴിവ്, ഞാൻ ചെയ്യുന്നു, ഈ ബോധം മാറ്റണം. സഹാബാക്കളുടെ ഗുണമാണ് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരാണ്. ഇതാണ് ബദരീങ്ങളുടെ ഒന്നാമത്തെ ഗുണം, അത്തഅല്ലുഖു മഅല്ലാഹ്. പടച്ചവനുമായി ഹൃദയംഗമായ, സ്നേഹനിർഭരമായ, ഭയഭക്തിപൂർണമായ ബന്ധം അല്ലാഹു നമുക്ക് ലോക മുസ്ലിമീങ്ങൾക്ക് നൽകുമാറാകട്ടെ. അവരുടെ രണ്ടാമത്തെ ഗുണം എന്താണ്? അല്ലദീന യുഖീമൂനസ്സലാഹ്. അവർ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നു. ഉടനെ നമ്മൾ പറയും നമ്മൾ നിർവഹിക്കുന്നു. പക്ഷേ സഹാബാക്കളുടെ നിസ്കാരത്തിന് അടിസ്ഥാനപരമായി രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, അവർ യാത്രയിലും നാട്ടിലും രോഗത്തിലും ആരോഗ്യത്തിലും മുഴുവൻ സമയങ്ങളിലും നിസ്കരിക്കുമായിരുന്നു. റമദാനിലും അല്ലാത്തപ്പോഴും നമസ്കാരം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്തിനേറെ, യുദ്ധത്തിന്റെ സമയത്ത് പോലും അവർ നിസ്കരിക്കുമായിരുന്നു. സൂറത്തുൻ നിസായിൽ ഒരായത്തുണ്ട്, യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ആയുധം ഏന്തിക്കൊണ്ട് നിസ്കരിക്കണം. എന്തിനാ ആയുധം ഏന്തിക്കൊണ്ട് നിസ്കരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. വദ്ദല്ലദീന കഫറൂ ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വഅംതിഅതികും ഫയമീലൂന അലൈക്കും മൈലതൻ വാഹിദ. നിങ്ങളോട് ആയുധം പിടിക്കാൻ പറഞ്ഞത് ആയുധം പ്രയോഗിക്കാനൊന്നുമല്ല. നിഷേധികൾക്കറിയാം നിങ്ങൾക്കൊരു പരിപാടിയുണ്ട്, നിസ്കാരം. കൈകെട്ടിയാൽ നിങ്ങൾ ആകാശത്തേക്ക് മനസ്സുകൊണ്ട് പറന്നു പോകുമെന്നറിയാം. നിങ്ങളുടെ ആയുധവും സാധനവുമെല്ലാം മറന്നു കളയുമെന്നറിയാം. അങ്ങനെ അവർ ആ സമയം നോക്കി നിങ്ങളെ ആക്രമിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട്
ആയുധമേന്തിക്കൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നിസ്കാരത്തിന്റെ ഇടയിൽ പോകുന്ന ട്രെയിനുകളുടെ ശബ്ദമല്ല, അതിന്റെ കൃത്യമായ വിവരം നമുക്ക് നന്നായിട്ടറിയാം. മസ്ജിദുകളുടെ മുമ്പിൽ കലാപരിപാടിയായിട്ട് ധാരാളം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. തിളങ്ങുന്ന വാച്ചെല്ലാം കൊണ്ട് വെക്കും. നിസ്കാരം മുഴുവൻ നോക്കിക്കൊണ്ട് നിൽക്കും. അത് വേറെ എവിടെയെങ്കിലും എടുത്ത് വെക്കും, സൈഡിൽ വെക്കും. നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ഇവിടെ യുദ്ധത്തിനിടയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നു. ഒരു യാത്ര വന്നാൽ നമ്മൾ നമസ്കാരം ഉപേക്ഷിക്കും, ഒരു മടിയുമില്ല. കല്യാണം വന്നാൽ എത്ര നിസ്കാരത്തെയാണ് നമ്മൾ തകർക്കുന്നത്. രോഗമാണെങ്കിൽ പറയാനേ ഇല്ല. സഹോദരങ്ങളെ, യാത്രകളിലും രോഗങ്ങളിലും ഇളവുകൾ സ്വീകരിച്ചുകൊള്ളിൻ, പക്ഷെ നിസ്കാരം മുടക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് മാഫിയത്ത് നൽകുമാറാകട്ടെ. രോഗം വരുമ്പോൾ കൂടുതലായി നമ്മൾ നിസ്കാരത്തിലേക്ക് തിരിയണം, മരണത്തിന് വേണ്ടി ഒരുങ്ങണം. ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ജനായിസ് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: മരണത്തിന്റെ സ്മരണയും ഒരുക്കവും എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കണം. വലിൽ മരീദ് ആഖദു, രോഗിയായ വ്യക്തി മരണത്തെ കൂടുതലായി ഓർക്കുകയും അതിനുവേണ്ടി കൂടുതലായി ഒരുങ്ങുകയും വേണം. ആ പടച്ചവന് ഇളവ് നൽകി, ഇളവ് സ്വീകരിച്ചുകൊള്ളേ. നിൽക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് നിസ്കരിച്ചുകൊള്ളേ. പറ്റുന്നില്ല, കിടന്ന് നിസ്കരിച്ചുകൊള്ളേ. ഇരുത്തോന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മസല മനസ്സിലാക്കണം. ഇന്ന് മസ്ജിദുകളിൽ മുഴുവനും കുറേ കസേര കൊണ്ടിട്ടിട്ടുണ്ട്. ഒരു വലിയൊരു മസ്ജിദിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ മസ്ജിദ് 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. 3ൽ ഒരു ഭാഗം മുഴുവനും കസേര നിറച്ചിട്ടിരിക്കുന്നു. അങ്ങനെ കസേര ഇടുന്നത് കൊണ്ട് എല്ലാവരും അതിന് മുകളിൽ ചാടിക്കയറി ഇരുന്ന് നിസ്കരിക്കുന്നുണ്ട്. നടന്ന് പള്ളി വരെയും വരാം, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാലുവേദനയാവുന്നത് പെട്ടെന്ന് കസേര കയറിയിരിക്കും. സഹോദര, നിങ്ങൾക്ക് നിൽക്കാൻ കഴിവില്ല, നൃത്തത്തിൽ നിങ്ങൾ മറിഞ്ഞു പോകുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇരിക്കാം. മുട്ടുവേദനയൊന്നും വിഷയമല്ല. മുട്ടുവേദനയോട് നിന്ന് നിസ്കരിക്കും, റുക്കൂഅ് ചെയ്യും, സുജൂദ് കുറച്ചും കൂടി കുനിയും. നിങ്ങൾ സുജൂദിലോട്ട് വീഴേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ സുജൂദിന്റെ സമയത്ത് ഇരിക്കും. വളരെ വേദനാജനകമാണ്. കസേരയിട്ട് നിറച്ചിരിക്കുന്നു, എല്ലാവരും കസേര വലിച്ചു വലിച്ചങ്ങിടുക. അല്ലാഹു അക്ബർ. ഭയങ്കരമായ സ്പീഡ്. ഒന്ന് കുനിയുക പോലുമില്ല. അതേസമയം താഴത്തിരുന്നാൽ അറിയാതെ നമ്മൾ കുനിയും. നിൽക്കാൻ പറ്റാത്തവർ ഇരിക്കും, തറയിലിരിക്കും. അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, കസേരയിരിക്കും. കസേരയുടെ വലിയ കുഴപ്പമാണ് നിസ്കാരത്തിൽ ഓവർ സ്പീഡ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സമീഅ അല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇവർ കൈ കൊണ്ടാണ് നിസ്കാരം ഇപ്പോൾ നടക്കുന്നത്. ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, ഇരുന്ന് നിസ്കരിക്കുമ്പോഴത്തേക്കും റക്അത്ത് കിട്ടുന്നില്ല, കൈ ഇങ്ങനെ ആക്കിയാൽ മതിയോ എന്ന്. അല്ലാഹു അക്ബർ സുജൂദ്, അല്ലാഹു അക്ബർ ഇടയുടെ ഇരുത്തം, അല്ലാഹു അക്ബർ അത്തഹിയ്യാത്ത്. പിന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ തിരിയണ്ട, സലാമും കൂടി അങ്ങനെ തന്നെ ചെയ്താൽ മതി. വലത്തോട്ടുനിന്ന് കൈ കാണിക്കും, ഇടത്തോട്ടുനിന്ന് കൈ കാണിക്കും. സഹോദരങ്ങളെ, ഇരുന്ന് നിസ്കാരം ഫർള് നിന്ന് തന്നെ നിസ്കരിക്കും, നിന്ന് തന്നെ നിസ്കരിക്കും. അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇരുന്നു കൊള്ളി. ഒരു മഹാൻ മരിക്കുകയുണ്ടായി. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റി. അദ്ദേഹം വൈദ്യനോട് പറഞ്ഞു, ആ കാല് മുറിച്ചതിന് ശേഷം ആ കാലൊന്ന് എനിക്ക് തരണം. അദ്ദേഹം ആ കാല് മുഴുവനും ചുംബിച്ചു, തൊടയിൽ ചുംബിച്ചു. ദാ നിന്റെ മുകളിലാണ് ഞാൻ നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിൽ കൈവച്ചത്. മുട്ടിനെ ചുംബിച്ചു. ഓ, നീ കാരണമായിട്ടാണ് അള്ളാഹുവിന് ഒരു സുജൂദിൽ എനിക്ക് കിടക്കാൻ കഴിഞ്ഞത്. പാദത്തെ ശരിക്കും ചുംബിച്ചു. ഓ പൊന്നു കാലെ, നീയാണ് എന്നെ മസ്ജിദിലേക്ക് തത്തം നടത്തിക്കൊണ്ടുവന്നത്. നമസ്കാരത്തിന് മഹത്വം മനസ്സിലാക്കി, അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുന്നതിനെ പറ്റി മനസ്സിലാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1, നമ്മൾ നിസ്കാരം മരണം വരെയും നിസ്കരിക്കും. 2, നല്ല നിലയിൽ നിസ്കരിക്കൽ. ഇഖാമത്തു സ്വലാ, ഭയഭക്തിയോടെ, സൂക്ഷ്മതയോടെ.
حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. പ്രാർത്ഥനാ നിർഭരരായി വിനയാന്വിതരായി പടച്ചവന് മുമ്പാകെ നിങ്ങൾ നിൽക്കിൻ. ഖാനിതീൻ, പ്രാർത്ഥനാ നിർഭരരായി വിനയാന്വിതരായി പടച്ചവന് മുമ്പാകെ നിൽക്കിൻ. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. ആദ്യമായി കോലം നന്നാക്കിൻ. നമസ്കാരത്തിൽ കോലം, നൃത്തം, ഇരുത്തം, റുക്കൂഅ്, സുജൂദ് ഇതെല്ലാം നന്നാക്കിൻ. പുതുമുസ്ലിമീങ്ങളോട് ആദ്യം പറയും കോലം, നിസ്കാരത്തിലെ കോലം നന്നാക്കിൻ. 2, നിസ്കാരത്തിന്റെ പാരായണം ശരിയാക്കിൻ. അല്ലാഹു അക്ബർ മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള പാരായണം നന്നാക്കിൻ. ഫാത്തിഹ നന്നാക്കിൻ, വജ്ജഹത്ത് നന്നാക്കിൻ, സൂറത്ത് നന്നാക്കിൻ. നമ്മൾ എന്താ സൂറത്ത് പഠിക്കുന്ന സഹോദരങ്ങളെ? ഇന്ന് സുബഹി നിസ്കാരത്തിന് ഏതൊക്കെ സൂറത്ത് ഓതിയത്? സുന്നത്ത് നിസ്കാരത്തിൽ ഖുൽ യാ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്. ളുഹറിന് മുമ്പ് ഏതാ ഓതിയിരിക്കുന്നത്? ഖുൽ യാ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്. അസറിന് മുമ്പ് ഏതാ ഓതാൻ പോകുന്നത്? ഖുൽ യാ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്. പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കിക്കേ. ഈ 2 സൂറത്തിനോട് നമുക്ക് ഓവർ സ്നേഹമാണ്, വളരെ നല്ലതാണ്. പക്ഷെ എന്നാ നമ്മൾ യാസീൻ നിസ്കാരത്തിൽ കൈയും കെട്ടി അള്ളാഹുവിന് മുമ്പാകെ ഓതുന്നത്? എന്നാ നമുക്ക് മറ്റ് സൂറത്തുകൾ ഓതാൻ പറ്റുന്നത്? ഒരു പുതു മുസ്ലിമിനെ പറ്റി അടുത്ത് വായിക്കുകയുണ്ടായി. അദ്ദേഹം ദീനിലോട്ട് കടന്നു വന്നു. മൗലാന മുഹമ്മദ് ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൂട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ആകൃഷ്ടനായി ഇസ്ലാമിലോട്ട് കടന്നു വന്നതാണ് ഹാജി അബ്ദുറഹ്മാൻ. എന്നിട്ട് മൂപ്പരെടുത്ത് ആദ്യ ദിവസം മുതൽ ഖുർആൻ പഠിക്കാൻ ആരംഭിച്ചു. പുതു മുസ്ലിം 18 ജുസു ഖുർആൻ പഠിച്ചു. അതിൽ ഓവറായിട്ട് ഇവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. മൗലാന മുഹമ്മദ് ബന്ദൂർ നുഅ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി ഞങ്ങളോട് നേരിട്ട് പറയുകയുണ്ടായി, ഇശാ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഖുർആൻ പാരായണം തുടങ്ങും. എന്നിട്ട് തഹജ്ജുദ് വരെയും അദ്ദേഹം നിസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കും. പുതു മുസ്ലിമീങ്ങൾ ഖുർആനോട് സ്നേഹം, നമ്മൾ ഖുൽ യാ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹയോട് ഓവർ സ്നേഹം. അതിനെയും സ്നേഹിക്കും. മറ്റു സൂറത്തുകളും പഠിച്ച് നമ്മൾ ഓതിന് സഹോദരങ്ങൾ. നമസ്കാരത്തിൽ ഓതിന്, നമസ്കാര എഞ്ചിനീയർ ഓതട്ടെ, ഡോക്ടർ ഓതിന്, നമ്മുടെ പെണ്ണുങ്ങൾ ഓതാൻ പറയും. തറാവീഹ് നമസ്കാരം സ്ത്രീകൾക്കുമുണ്ട്. ഖുർആൻ ശരീഫ് കയ്യിലെടുത്ത് വെച്ച് നോക്കി ഓതട്ടെ, അവരും ഓതട്ടെ. അവർക്ക് ജോലി നമ്മൾ കുറച്ചു കൊടുക്കും. തറാവീഹ് നമസ്കാരം, സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചു, ഒരു കുഴപ്പം, ഇരുന്ന് നിസ്കരിച്ചോളൂ. ഖുർആൻ അധികമായിട്ട് ഓതിൻ, പഠിക്കിൻ. റുക്കൂഇന്റെ ദിക്റുകൾ പഠിക്കിൻ. കുനൂത്ത് പഠിക്കിൻ, കുനൂത്ത് പഠിക്കിൻ. എനിക്ക് അത്ഭുതം വരാറുണ്ട്, കുനൂത്ത് വേണമോ വേണ്ടയോ ചർച്ച ചെയ്യുമ്പോൾ എത്ര അർത്ഥമുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഹദിനാ ഫീമൻ ഹദൈത. പടച്ചവനെ, എനിക്ക് നീ സന്മാർഗത്തിൽ സഞ്ചരിക്കാൻ ഭാഗ്യം നൽകണമേ. വഅഫിനാ ഫീമൻ അഫൈത. മനസ്സിനും ശരീരത്തിനും സൗഖ്യം തരണേ. വതവല്ലനാ ഫീമൻ തവല്ലൈത. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. വഖിനാ ശർറ മാ ഖളൈത. എല്ലാ അപകടങ്ങളെ തൊട്ടും കാത്ത് രക്ഷിക്കണമേ. എത്ര വലിയ ദുആയാണ്. ചില സഹോദരങ്ങൾ ചോദിക്കാറുണ്ട്, നിസ്കാരത്തിൽ മലയാളത്തിൽ ദുആ ചെയ്യാമോ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ തോന്നുന്നത് ദുആ ചെയ്യാമോ? എന്റെ സഹോദരൻ, ഉള്ളത് തന്നെ നിങ്ങൾ ദുആ ചെയ്യും. അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം ഉണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുജൂദിൽ കിടന്നുകൊണ്ട് നിങ്ങൾ പറയും, അത് ദുആയുമാണ്, ദുആയുമാണ്. മുഴുവൻ ദിക്റിലും ദുആയിന്റെ അർത്ഥമുണ്ട്. നമ്മൾ ആ കാര്യം ശരിക്കും മനസ്സിലാക്കണം. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. മഹോന്നതനായ എന്റെ രക്ഷിതാവ് പരമപരിശുദ്ധൻ, അവനാണ് സർവസ്തുതിയും. ഇത് ആവർത്തിച്ച് പറയും. നമ്മളെ വയറ്റുവേദനയും പടച്ചോ മാറ്റിത്തരും. കല്യാണവും അല്ലാഹു എളുപ്പമാക്കും. നമ്മളുടെ പരീക്ഷകൾ പടച്ചവൻ എളുപ്പമാക്കും. അതുപോലെ അത്തഹിയ്യാത്ത് നമ്മൾ പഠിച്ച് അത്തഹിയ്യാത്ത് നല്ല നിലയിൽ ഓതിൻ. നിസ്കാരത്തിന്റെ സത്തയാണ് അത്തഹിയ്യാത്ത് ഓതിൻ.
കളിയാക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഹാജിമാരുടെ കൂട്ടത്തിൽ ഇരുന്ന് 1-2 മജ്‌ലിസ് വെറും നിസ്കാരത്തിന് വേണ്ടി മാത്രം നടത്താറുണ്ട്. എന്റെ അനുഭവമാണ്, ഹാജിമാരിൽ പോലും ബഹുഭൂരിഭാഗത്തിനും അത്തഹിയ്യാത്ത് അറിയില്ല. അത് അവരുടെ മാത്രം കുറ്റമല്ല, നമ്മളുടെയും കുറ്റമാണ്. ഒന്ന്, എന്നെപ്പോലുള്ള ഉസ്താദന്മാരുടെ പൊതുശൈലിയാണ്. എന്നോട് ചോദിക്കുന്നെങ്കിൽ സൗദി അറേബ്യ ഖത്തർ ഭിന്നത, അതുപോലെ മക്ക മദീന ഭിന്നത, സുന്നി മുജാഹിദ് തർക്കം, ഇതിനെപ്പറ്റി എന്നോട് ചോദിക്കാവുള്ളൂ. ഈ ഒരു ശൈലിയാണ് ഞാൻ നടക്കുന്നത്. 2, നിങ്ങളെപ്പോലുള്ള ആൾക്കാരും ഈ മൂപ്പരോട് ചോദിക്കുന്നെങ്കിൽ നല്ല തലപൊട്ടുന്ന ചോദ്യമേ ചോദിക്കാവുള്ളൂ. ഞാനിങ്ങനെ ഫാത്തിഹ ചോദിക്കും, നാണക്കേടാവുമല്ലോ. ഞാനിങ്ങനെ അത്തഹിയ്യാത്ത് നാണക്കേടാകുമല്ലോ. സഹോദര, എനിക്കും നിങ്ങൾക്കും ഖത്തറിന്റെയും ഇമാറാത്തിന്റെയും തീരുമാനമെടുക്കാനുള്ള യോഗ്യതയുമില്ല, ആവശ്യവുമില്ല. എനിക്കും നിങ്ങൾക്കും എന്റെ ഖബറിനെ പറ്റിയുള്ള കാര്യത്തെ ഓർത്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. 40 വർഷമായി നിസ്കരിക്കുന്നു. അത്തഹിയ്യാത്ത് തെറ്റുണ്ടെങ്കിൽ അള്ളാഹുവിനാണ് സത്യം, നാളെ പിടിച്ചു നിർത്തപ്പെടും നമ്മളെ. അത്തഹിയ്യാത്ത് പഠിക്കണം. നിസ്കാരത്തിന്റെ സത്തയാണ്, സാരാംശമാണ്. അത്തഹിയ്യാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാഹ്, പടച്ചവനുമായി ബന്ധം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു, നബിതങ്ങളുമായിട്ടുള്ള ബന്ധം. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, നമ്മളും മുഴുവൻ മനുഷ്യരുമായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് നിസ്കാരത്തിൽ 2ാമത്തെ കാര്യം പാരായണം നന്നാക്കി. 3, നിസ്കാരത്തിൽ ഏകാഗ്രതയോടെ നിസ്കരിക്കുന്നു. സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നല്ല നിലയിൽ നിസ്കരിക്കുന്നു. ഇതാണ് സഹാബത്തിന്റെ 2ാമത്തെ ഗുണം. അടുത്ത ഗുണം കൂടി പറഞ്ഞുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. ബദരീങ്ങളാണ്. പോരാട്ടത്തിലൂടെ 70 ശത്രുക്കളെ കിട്ടി. 70 ശത്രുക്കൾ. അതിൽ മുസ്ലിമായ വ്യക്തി പറയുന്നു, അൻസാരി സഹാബികൾ സ്വന്തം മക്കൾക്ക് ആഹാരം കൊടുക്കാതെ ഞങ്ങൾക്ക് ആഹാരം തരുമായിരുന്നു. ശത്രുക്കളോട് പോലും ദാനധർമ്മങ്ങളും ഉദാര സമീപനങ്ങളും നടത്തുമായിരുന്നു. പിന്നെ സ്വന്തം ആളുകളോട്, സ്വന്തം സമുദായത്തോട്, കൂട്ടുകുടുംബാദികളോട് എന്തായിരിക്കും സമീപനം? ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഗുണങ്ങളിലൂടെയാണ് ബദർ സംഭവിച്ചത്. വാളിലൂടെയല്ല, വടിയിലൂടെയല്ല. ഗുണങ്ങൾ, സിഫാത്ത്. 1, പടച്ചവനുമായി ബന്ധം. 2, നിസ്കാരവുമായി ബന്ധം. 3, ദാനധർമ്മവുമായി ബന്ധം. അള്ളാഹു നമുക്ക് ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആകയാൽ സഹോദരങ്ങളെ, ഈ നാടുകളിൽ നമ്മൾ ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹുവുമായി ബന്ധമുണ്ടാക്കിയെടുക്കാൻ അതിന് വഴി പറഞ്ഞു. ഏറ്റവും എളുപ്പമായൊരു വഴിയും കൂടി പറയുന്നു. അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കാൻ. പടച്ചവനുമായി ബന്ധം വർദ്ധിക്കണമെന്നുള്ള നിയ്യത്തിൽ അധികമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കാൻ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും. റമദാൻ മാസത്തിൽ 4 കാര്യങ്ങൾ വർദ്ധിക്കുന്നു. അതിലൊന്ന് കലിമത്തു ഷഹാദയാണ്. നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യമല്ല, എപ്പോഴും ചൊല്ലിക്കൊണ്ട് കിടക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് കിടക്കിൻ. നമ്മുടെ മനസ്സിൽ ഈമാനുണ്ടാകും, പടച്ചവനുമായി ബന്ധമുണ്ടാകും. 2, നമ്മൾ നിസ്കാരം ശരിയാക്കുന്നു. കഴിവിന്റെ പല നിസ്കാരം ശരിയാക്കുന്ന അത്യാവശ്യ കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നാണ് എൻ്റെ വിചാരം. 3, ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കും. സക്കാത്ത് കൃത്യമായി കൊടുക്കിൻ. സദഖകൾ വർദ്ധിപ്പിക്കിൻ. എന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ബദർ സംഭവിക്കും. നമ്മുടെ വ്യക്തിജീവിതം വിജയമായിരിക്കും. നമ്മുടെ കുടുംബജീവിതം വിജയമായിരിക്കും. നീറി പുകയുന്ന അസ്വസ്ഥത നിറഞ്ഞ മുസ്ലിം സമൂഹത്തിന് അല്ലാഹു തആല വലിയ അന്തസ്സ് നൽകുന്നതാണ്. പ്രത്യേകിച്ച് നാം ആരും ബേജാറാകേണ്ട ആവശ്യമില്ല. നമ്മളുടെ വഴി നേരെയാണോ, ആരെന്ത് ചെയ്താലും നമുക്കത് വിജയമായിരിക്കും.
വെറും പത്രവായനയിൽ മാത്രം നമ്മൾ ചുരുക്കാതിരിക്കും, ഖുർആനും പാരായണം ചെയ്യും, സഹാബാക്കളിലേക്കും പോകിൻ, നബിമാരിലേക്ക് പോകിൻ. വലിയ അന്തരീക്ഷങ്ങൾ അവരുടെ മുകളിൽ വന്നിരുന്നു. ഒന്നുകിൽ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സംസ്കാരം, മതം സ്വീകരിക്കണം, മുദ്രാവാക്യം മുഴക്കിയിരുന്നു. പക്ഷെ അവർ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ അല്പം പോലും ചകിതരാകേണ്ട ആവശ്യമില്ല. നമ്മൾ വഴി നേരെയാണോ അതിൽ നമ്മൾ കാര്യമായ ശ്രദ്ധ വേണം. പടച്ചവനുമായി ബന്ധം, നിസ്കാരവുമായി ബന്ധം, ദാനധർമ്മങ്ങളുമായി ബന്ധം നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നാക്കി ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഈ ലോകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും, നാളെ പരലോകത്തിലും വിജയിക്കും. നിഷേധികളുടെ മുമ്പിൽ രണ്ട് മാർഗമേ കാണുകയുള്ളൂ. ഒന്നുകിൽ അവർ ദീൻ സ്വീകരിക്കും, അല്ലെങ്കിൽ പടച്ചവന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാകും. അള്ളാഹുവിന്റെ നടപടിക്രമം അപ്രകാരമാണ്. നമ്മൾ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ, നമ്മൾ ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല, അവരെപ്പറ്റി കുറ്റം, ഇവരെപ്പറ്റി കുറ്റം, എന്നിട്ട് മുദ്രാവാക്യം വിളി, ബഹളം, ഒച്ചപ്പാട്, അതെല്ലാം നടക്കും. ഒരു ഫലവും ഉണ്ടാകില്ല, യാതൊരു ഫലവും ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ സിഫാത്തുകൾ ഉണ്ടാക്കിയെടുക്കും, സഹാബാക്കളുടെ ഗുണം ഉണ്ടാക്കിയെടുക്കും, ബദരീങ്ങളുടെ ഗുണം ഉണ്ടാക്കിയെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഈ ലോകത്തും വിജയം നൽകുന്നതാണ്, നാളെ പരലോകത്തും വിജയം നൽകുന്നതാണ്. ഇതുണ്ടാക്കിയെടുക്കാനുള്ള മറ്റൊരു വഴിയാണ് നമ്മൾ ഈ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ മറ്റുള്ളവർ ഈ ഗുണങ്ങളിലേക്ക് ക്ഷണിക്കും. അള്ളാഹുവിനെ പറ്റി പറയും, നിസ്കാരത്തെ പറ്റി പറയും, പരസ്പരം ആദരവ്, ബഹുമാനം, സേവനം, സഹായത്തെ പറ്റി പറയും. ഞാൻ തുറന്നു പറയുക, പശുവിനെ പറ്റി പറഞ്ഞ് ആദ്യം അതിനെ ആദരണീയ വസ്തുവും ഇപ്പോൾ അതിനെ ദൈവവുമാക്കി മാറ്റിയിരിക്കുന്നു. വെറും പ്രചണ്ഡമായ പ്രചാരണത്തിലൂടെ നമ്മൾ എത്രമാത്രം അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ട്, നമുക്ക് എത്ര നമ്മുടെ അള്ളാഹിനെ പറ്റി പറയാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു അമുസ്ലിം സഹോദരനുമായി സംസാരിച്ചപ്പോൾ തമാശയ്ക്ക് അദ്ദേഹത്തോട് പറഞ്ഞു, പശു ദൈവമെങ്കിൽ ദൈവം, പക്ഷേ താങ്കളും നമ്മളും അംഗീകരിക്കുന്ന ഒരു കാര്യമായ ഈശ്വരന്റെ മഹത്വം നിങ്ങൾ എത്ര മനസ്സിലാക്കുന്നു? അതിനെപ്പറ്റി താങ്കൾ എന്താ പറയാത്തത്? എനിക്ക് വ്യക്തമായി മനസ്സിലായി, അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തിന്റെ മനസ്സതിന് മുമ്പിൽ താഴുന്നുണ്ട്. പശുവിന്റെ കാര്യം അവിടെ വെക്കൽ, പക്ഷെ ഞാനും നിങ്ങളും അംഗീകരിക്കുന്നു, ഒരു ദൈവമാണ് നമ്മളെ പടച്ചത്, ഒരു പടച്ചവനാണ് നമ്മളെ ഇവിടം വരെയും എത്തിച്ചത്. ആ പടച്ചവന് മഹത്വം നിങ്ങൾക്ക് എന്താ മനസ്സിലാത്തത്? അയ്യോ, താങ്കൾ ആ പടച്ചവനെ പറ്റി പറയും. ആ പടച്ചവന് സൃഷ്ടാവാണ്, വലിയ കാരുണ്യവാനാണ്, തികഞ്ഞ നീതിമാനാണ്, എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, സർവ്വതിന്റെയും ഉടമസ്ഥനാണ്, ഉറക്കമില്ല, മയക്കമില്ല, വലിയ ഗൗരവമുള്ളവനാണ്, എല്ലാ അറിവുമുള്ളവനാണ്, അറിവ് നൽകുന്നവനാണ്. അതുപോലെ ഈ സംവിധാനങ്ങളെല്ലാം സംരക്ഷിക്കലുകൊണ്ട് അല്പം പോലും ക്ഷീണമില്ലാത്തവനാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ പറ്റി പറയും, ശരിയായ നിലയിൽ പറയും, ബഹളോ ഒച്ചപ്പാടും ഉണ്ടാക്കിയിട്ടല്ല, ആളുകളോട് സ്നേഹത്തിൽ, ആദരവിൽ പടച്ചവനെ പറ്റി പറയും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മനസ്സിൽ ഈമാനുണ്ടാകും, അള്ളാഹു വിധിച്ചവരുടെ മനസ്സിലും ഈമാനുണ്ടാകും. നിസ്കാരത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കും, ഭാര്യാമക്കളെ നിസ്കാരത്തിന് പ്രേരിപ്പിക്കും. കുളിച്ചോ എന്ന് ദിവസവും നമ്മൾ മക്കളോട് ചോദിക്കുന്നു, നിസ്കരിച്ചോ എന്നും കൂടി ചോദിക്കും. അവരുടെ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരാകിൻ. ദാനധർമ്മങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും, അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കും, പ്രേരിപ്പിക്കും. എന്നാൽ ഇൻഷാ അല്ലാഹ് ദഅവത്തിലൂടെയും ഈ ഗുണം ഉണ്ടാകുന്നതാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അർഹമുർറാഹിമീനായ അല്ലാഹു, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹുവേ. റഹ്മാനെ, നല്ല സിഫാത്തുകൾ നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, സഹാബാക്കളുടെ, ബദരീങ്ങളുടെ ഗുണങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. നിന്നെപ്പറ്റി പറയുമ്പോൾ മനസ്സിന് കുലുക്കമുണ്ടാകാൻ, നിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഈമാൻ വർദ്ധിപ്പിക്കാൻ, റഹ്മാനെ, എല്ലാ കാര്യങ്ങളും നിന്റെ മേൽ ബലമേൽപ്പിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ.
ഇഖാമത്തു സ്വലാത്ത് നമസ്കാരം നല്ല നിലയിൽ നിലനിർത്താൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. റഹ്മാനെ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹുവേ. ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഞങ്ങളുടെ ദുനിയാവിൽ ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ലാഹുവേ. ഞങ്ങളെ വ്യക്തിജീവിതം വിജയത്തിലാക്കണേ അല്ലാഹുവേ. കുടുംബജീവിതം വിജയത്തിലാക്കണേ അല്ലാഹുവേ. സാമൂഹ്യ ജീവിതം വിജയത്തിലാക്കണേ അല്ലാഹുവേ. കച്ചവടം, കൃഷി, ഉദ്യോഗം ഇതെല്ലാം വിജയത്തിലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളുടെ ആഖിറത്ത് വിജയത്തിലാക്കണേ അല്ലാഹുവേ. ഈമാനോടുകൂടി മരണം താ അല്ലാഹുവേ. ആനന്ദകരമായ ഖബർ നൽകണേ അല്ലാഹുവേ. റഹ്മാനെ നിന്റെ അർശിന്റെ തണൽ നൽകണേ അല്ലാഹുവേ. നിന്റെ ഹബീബിന്റെ ഷഫാഅത്ത് നൽകണേ അല്ലാഹുവേ. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹുവേ. റഹ്മാനെ സഹാബാക്കളുടെ ഗുണങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. ആ ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം താ അല്ലാഹുവേ. നിന്നെ അധികമായി ദിക്ർ ചൊല്ലാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. നിന്നെപ്പറ്റി നല്ല നിലയിൽ പറയാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ് നിന്നെപ്പറ്റി നല്ല നിലയിൽ പറയാൻ തൗഫീഖ് താ അല്ലാഹുവേ. സൃഷ്ടികളെപ്പറ്റി ജനങ്ങൾ പറഞ്ഞ് 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 ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുന്നു. യാ അല്ലാഹ് ഞങ്ങൾക്ക് നിന്നെപ്പറ്റി പറഞ്ഞ് പറഞ്ഞ് നിന്റെ മഹത്വം ലോകം മുഴുവനും പ്രകാശിപ്പിക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. യാ അല്ലാഹ് അതിനുള്ള കരുത്ത് തരണേ അല്ലാഹുവേ. അതിനുള്ള അറിവ് തരണേ അല്ലാഹുവേ. അതിനുള്ള ഇഖ്ലാസ് താ അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ അമലുകൾ നീ കബൂലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് പ്രത്യേകിച്ച് നിസ്കാരത്തെ നന്നാക്കാൻ തൗഫീഖ് താ അല്ലാഹുവേ. റഹ്മാനെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഖൈറിലാക്കി താ അല്ലാഹുവേ. രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ മാറ്റിത്താ അല്ലാഹുവേ. ലോകം മുഴുവനും ശാന്തി സമാധാനവും ഉണ്ടാക്കണേ അല്ലാഹുവേ. വഴക്കുകളും പ്രശ്നങ്ങളും അകൽച്ചകളും നീ മാറ്റണേ അല്ലാഹുവേ. ഫിത്നകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله وسلم وبارك على خير خلقه سيدنا محمد وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.